ഇന്ന് മലയാളികൾക്ക് ഉത്രാടപ്പാച്ചിലാണ്. ഓണാഘോഷം ഗംഭീരമാക്കാൻ അവസാനവട്ട നെട്ടോട്ടത്തിലാണ് കേരളക്കര. തിരുവോണ സദ്യക്കുള്ള പച്ചക്കറികൾ, ഓണക്കോടി, പൂക്കളത്തിനുള്ള പൂക്കൾ എന്നിവ വാങ്ങാൻ വിപണികളിൽ ജനം കൂട്ടത്തോടെ എത്തുന്ന ദിനമാണ് ഉത്രാടപ്പാച്ചിലായി മാറുന്നത്. തൃക്കാക്കര, ശബരിമല, ഗുരുവായൂർ, ആറന്മുള ക്ഷേത്രങ്ങളിൽ ഇന്ന് അഭൂതപൂർവമായ ഭക്തജന തിരക്കും അനുഭവപ്പെട്ടു. ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ചേരുകയാണ്. ആദ്യം വീണയിലേക്കാണ്. വീണ, ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലേക്ക് മലയാളി കടക്കുകയാണ്. ഇന്നത്തെ സന്ധ്യ എന്നത് ഉത്രാട സന്ധ്യയാണ്. നിലവിളക്ക് കൊളുത്തിയും ചിരാതുകൾ തെളിയിച്ചുമൊക്കെ നമ്മൾ ഉത്രാട സന്ധ്യയെ ഇന്ന് വരവേൽക്കാൻ പോകുന്നു. അപ്പം ഇന്നത്തെ വൈകുന്നേരത്തിന് മുൻപ് ഈ പകലിൽ എന്തൊക്കെയാണ് കമ്പോളങ്ങളിൽ സംഭവിക്കുന്നത്? എത്രത്തോളം വലിയ തിരക്കാണ് തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്? വീണ, തന്നെയാണ്, ആ പാച്ചിലിൽ തന്നെയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്ക് തന്നെയാണ്. നാളെ സദ്യവട്ടത്തിനുള്ള സാധനങ്ങൾ വാങ്ങണം, ഇല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങണം, വിഭവങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണം, ഒപ്പം തന്നെ ഓണക്കോടി എടുക്കണം, പൂക്കളത്തിനുള്ള പൂക്കൾ വാങ്ങണം. അത്തരത്തിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിലാണ്. നമ്മൾ എപ്പോഴും കാണാറുണ്ട് ചാലക്കമ്പോളത്തിലെ തിരക്ക്. പക്ഷേ ഓണക്കാലത്ത് ആ തിരക്ക് ഇരട്ടിയാകുന്ന കാഴ്ചയാണ്. രാവിലെ 7 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് തത്സമയം എത്തുമ്പോൾ, പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ചയല്ല ഇപ്പോൾ കാണുന്നത്. വളരെ തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ വഴിയോരങ്ങളൊക്കെ, ഇടവഴികളൊക്കെ ജനനിബിഡമാണ്. വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. കൂട്ടമായിട്ട് ആൾക്കാർ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധനങ്ങൾ വില പേശി വാങ്ങുന്ന തിരക്കാണ്. ഒപ്പം തന്നെ ഒന്നും വിട്ടുപോയിട്ടില്ല. ഈ അവസാന മണിക്കൂറുകളിലും തങ്ങൾ എന്താണോ നാളെ ഓണം ആഘോഷിക്കാൻ കരുതിയിരിക്കുന്നത് അതിനുള്ള ഒരു സാധനം പോലും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പിച്ച് സാധനം വാങ്ങുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്മ, എങ്ങനെയാണ് ഉത്രാട ദിവസം? ഉത്രാട ദിവസം ഭയങ്കര തെരച്ചിലല്ലേ, പാച്ചിലല്ലേ, ഓണം പാച്ചിലെന്ന് പറയുമ്പോൾ ഭയങ്കര അവിടം തൊട്ടേ തള്ളി വരെ ഇരിക്കും. സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വാങ്ങി അങ്ങ് അറ്റം വരെ പോവും. പച്ചക്കറി വാങ്ങിക്കണം, വാങ്ങിക്കാൻ പോണ്. അടുത്ത പച്ചക്കറി വാങ്ങിക്കണം, മുളക് വാങ്ങിച്ച് ഇനി അടുത്ത പൊടിക്കണം. ഇതെല്ലാം നടക്കാൻ പോവുകയാണ്. ഒന്നാം ഓണം എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ഇന്നത്തെ ഒരുക്കം തന്നെ വലുതായിട്ടുള്ള. പിന്നെ നാളെ തിരുവോണം വീട്ടിനകത്തല്ലേ. ഇന്ന് മൊത്തവും സാധനം വാങ്ങാനും എല്ലാത്തിനും വേണ്ടി രാത്രി വരെ 10 മണി വരെ ഇങ്ങനെ കറങ്ങി നിൽക്കും. മഴ മാറി നിൽക്കുന്നത് ആശ്വാസം. ഭയങ്കര സന്തോഷം. നേർച്ചയൊക്കെ കൊടുത്തിട്ടാണ് നിൽക്കണം. ഗണപതിക്ക് നേർച്ച ഇട്ടു. ഗണപതി ഭഗവാൻ പ്രാർത്ഥന കേട്ടു സത്യമായിട്ട് കേട്ടു. ഇപ്പം ഗണപതി ഹോമം നടത്തി അതിൻ്റെ പ്രസാദം വേണം, എൻ്റെ ഇരിക്കണം, വേണമെങ്കിൽ തരാം. വേണോ അമ്മേ? അപ്പം എങ്ങനെയാണ് സാധനങ്ങളുടെ വില? എങ്ങനെയാണ് സാധനങ്ങളുടെ വില? ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആവശ്യമല്ലേ, ഇന്ന് ഉത്രാടമല്ലേ, നമ്മൾ എന്ത് വില കൊടുത്ത് വാങ്ങും. മുമ്പ് നമ്മൾ തേങ്ങ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം അത് അടക്കമൊന്നുമില്ല. എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കാനേ പറ്റൂ. കുറച്ച് മണിക്കൂറുകൾ ഇതിൻ്റെ അകത്ത് ചിലവഴിക്കേണ്ടി വരും. കുറച്ചല്ല, 2-3 മണിക്കൂർ എടുക്കും. ശരി. അപ്പോൾ ഒരു അമ്മയാണ് പ്രതികരിച്ചത്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഒരു ആദ്യ തുടക്ക സാധനം വാങ്ങിച്ചതിൻ്റെ സന്തോഷമൊക്കെയാണ്. ഒപ്പം തന്നെ ഗണപതി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച കാര്യം കൂടി അമ്മ പറഞ്ഞു. മഴയൊന്ന് മാറി നിൽക്കണം, വിഘ്നങ്ങൾ നമ്മൾ മാറാൻ വേണ്ടി വിഘ്നേശ്വരന് നേർച്ച അർപ്പിക്കാറുണ്ട്. ആ നേർച്ച തന്നെയാണ് അമ്മയും അർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ മഴ മാറാൻ വേണ്ടി ഈ നാളികേരം കിണറ്റിലിടുന്ന ഒരു പതിവുണ്ട്. അതേ ശീലങ്ങൾ ഇപ്പോഴും പല അമ്മമാരും തുടരുന്നു എന്ന് കാണുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ തിരക്കുണ്ട്. വാഹനങ്ങളാണ് ലോഡ് അണക്കിന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ഇവിടെ വരുന്ന മണിക്കൂറുകളിലും ആളുകൾ സാധനം വാങ്ങാൻ എത്തുമ്പോൾ ആ സാധനങ്ങളുടെ ലഭ്യത ഉണ്ടായിരിക്കണം, കുറവ് വരാൻ പാടില്ല എന്നുള്ള കാര്യത്തിലും കടക്കാർ കൃത്യമായിട്ട് അക്കാര്യത്തിലും അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ചേച്ചി, എങ്ങനെയാണ് കച്ചവടം? കുഴപ്പമില്ല. പൈനാപ്പിളിന് ചിലവുണ്ട്? ചിലവുണ്ട്. ഓണമല്ലേ, പൈനാപ്പിളിന് ചിലവുള്ളൂ. കഴിഞ്ഞ ഓണത്തെ അപേക്ഷിച്ച് ഈ ഓണത്തിന് തിരക്കുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ഓണത്തെ അപേക്ഷിച്ചതുപോലെ തന്നെ തിരക്കുണ്ട് എന്നാണ് പറയുന്നത്. വിഭവങ്ങൾ വാങ്ങുന്നത്, ഇപ്പോൾ പൈനാപ്പിൾ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ വാങ്ങുന്നതിലും തിരക്കുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറികൾ വാങ്ങുന്നതിലും. ചേട്ടാ, ഓണൊരുക്കങ്ങൾ ഏതുവരെയായി? ഓണൊരുക്കങ്ങളെല്ലാം മുങ്ങിയായിട്ട് നടക്കുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി? പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. ഓണം അടിച്ചു പൊളിക്കാനുള്ള?
ഓണം ഇങ്ങനെ ആഘോഷിക്കാനുള്ള അടിച്ചു പൊളിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഗൗതം മലയാളികൾ. എല്ലാ ഇടങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ സദ്യവട്ടത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി വ്യാപാരികൾ ഇവിടെ വാങ്ങിക്കാൻ എത്തുന്ന ആൾക്കാരെ കാത്തു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. വരുന്ന മണിക്കൂറിൽ ഇതിനേക്കാളും തിരക്ക് കൂടുമെന്ന് തന്നെയാണ്. ആ തിരക്കുകൾക്ക് ഒപ്പം തന്നെ വിപണി സജീവമാകുന്ന കാഴ്ച, നാളത്തേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അത് ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും മടങ്ങുന്നത്. ഗൗതം, ഓക്കെ വീണ, എന്തായാലും വ്യക്തമാണ്. ആ ഉത്രാടപ്പാച്ചിൽ തകൃതിയായി ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് തലസ്ഥാനത്ത്. ഇനി നമുക്ക് നേരെ വടക്കൻ കേരളത്തിലേക്ക് പോകാം. കോഴിക്കോടും മലപ്പുറവും വയനാടും കാസർഗോഡും ഒക്കെ അടങ്ങുന്ന വടക്കൻ കേരളത്തിലും ഓണാഘോഷത്തിനായുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മലയാളികൾ. രമ്യ ദാസുണ്ട് കോഴിക്കോട് നിന്ന്. രമ്യ, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ ഒരു മഴ പെയ്ത് തോർന്ന സാഹചര്യമാണല്ലോ. രമ്യ എവിടെയാണ് നിൽക്കുന്നത്? മഴ ഏതെങ്കിലും രീതിയിൽ ആവേശത്തിന് ചോർച്ചയുണ്ടാക്കിയിട്ടുണ്ടോ? ഗൗതം, ഞാനിപ്പോൾ ഉള്ളത് പാളയം മാർക്കറ്റിലാണ്. പാളയം മാർക്കറ്റിലെ പൂക്കൾ വിൽക്കുന്ന മേഖലയിലാണ് ഞാനുള്ളത്. കാരണം നിരവധി പൂക്കളൊക്കെ നമ്മൾ രാവിലെ പച്ചക്കറി മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ കണ്ടു, നേരത്തെ മിഠായി തെരുവിൽ നിന്നുള്ള വസ്ത്രവിപണിയുടെയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പൂവിപണിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഉത്രാടപ്പാച്ചിലാണ്, അവസാനവട്ട ഒരുക്കത്തിൽ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും പൂക്കളും, കാരണം പൂക്കളിടണം നാളെ, അപ്പോൾ പൂക്കൾ മസ്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കൂടി ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇത്രയും നയന മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ചെട്ടിയും ജമന്തിയും റോസും വിവിധ വർണ്ണത്തിലുള്ള പൂക്കളാണ് ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. നിരവധി ആളുകളാണ് ഇത് വാങ്ങാനായിട്ട് ഇവിടെ എത്തുന്നതും. അപ്പോൾ പൂക്കളുടെ വിപണിയൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ, അതായത് ഇന്നലെ മുതൽ തന്നെ ഒരു മഴ ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ. ഇന്ന് രാവിലെയും ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ രീതിയിൽ വിപണിയൊക്കെ കാലത്ത് ആളുകൾ എത്താൻ ഈ മഴയൊക്കെ കാരണം ഒന്ന് മടിച്ചെന്തെങ്കിലും, പക്ഷേ ഇപ്പോൾ സജീവമായി തുടങ്ങി. കാരണം മഴയൊന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, അതിന് തന്നെ വിപണി സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇപ്പോൾ സജീവമായി തന്നെ വിപണിയിലേക്ക് ഇത്തരം സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കാരണം സ്വാഭാവികമായും ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഒരുക്കണം. നാളത്തെ ആഘോഷമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായി എല്ലാ കാര്യങ്ങളും ഒരുക്കണം. നമുക്ക് ഇവിടെ എത്തിയ ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടെ നിരവധി ആളുകളാണ് പൂവൊക്കെ വാങ്ങാനെത്തിയിട്ടുള്ളത്. ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പൂ വാങ്ങാൻ വേണ്ടി വന്നതാണോ? ഓ, വാങ്ങിച്ചു. അവസാനമായിട്ട് ഒരു എന്തൊക്കെ വാങ്ങിച്ചു? കുറച്ചേ വാങ്ങിയുള്ളൂ. വീട്ടിൽ വലിയ രീതിയിലുള്ള പൂക്കളൊക്കെ നാളെ തീർക്കുമോ? ചെറുതായിട്ട്. എവിടെയാ വീട്? എവിടെയാ? പെരുവയില്. വാങ്ങാനായിട്ട് വന്നതാണോ? അല്ലല്ല, അമ്പലത്തിലെ വന്ന. പൂവും കൂടി വാങ്ങിയിട്ട് പോകുന്നു. അപ്പോൾ ഗൗതം അങ്ങനെയാണ്. കാരണം അമ്പലത്തിലൊക്കെ വന്നതാണ്. അപ്പോൾ പൂവും കൂടി വാങ്ങി പോവാനുള്ള ഒരുക്കത്തിലാണ്. നിരവധി പേര് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ പൂ വാങ്ങാനായിട്ട് വന്നതാണോ? വാങ്ങാൻ വന്നതാണ്. എങ്ങനെയുണ്ട് പൂവിപണി? ഇപ്പോൾ പൂവിപണി പൊതുവെ വില കൂടുതലാണ്. രാവിലെ നേരത്തെ എത്തി, നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ. അപ്പോ വൈകി ഇറങ്ങാൻ? വൈകി, മഴ കാരണം വൈകി. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ കുറച്ചുകൂടി ഒരു വെയിലുണ്ടല്ലോ. ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയി. ഡ്രസ്സൊക്കെ എടുത്തു? ആ, ഡ്രസ്സൊക്കെ എടുത്തു. പച്ചക്കറി വാങ്ങിച്ചു. ഇനി നാളെ ആയാൽ മതി. ആഘോഷം. സദ്യ കഴിക്കാൻ എത്ര പായസം ഉണ്ടാക്കും? ഒരു കൂട്ടം ഉണ്ടാക്കും. ബാക്കി എല്ലാ വിഭവങ്ങളും ബാക്കി പിന്നെ, അതായത് 2-3 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും റെഡിയായി. അപ്പോൾ നാളത്തെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി പൂവും കൂടി വാങ്ങണം. പൂവും കൂടി വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങും. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് പൂവിപണിയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് ഇത്തവണ പൂവിപണി? കാരണം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ഈ പൂവിപണി, കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് അധികമായും പൂ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ മഴ പെയ്തൊക്കെ ചെറിയ രീതിയിൽ തന്നെ ഈ പൂവിപണിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ കച്ചവടക്കാരുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്പോഴത്തെ പൂവിപണി ഇപ്രാവശ്യം? മഴയാണെങ്കിലും കച്ചവടം ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ചെറുതായിട്ട് എല്ലാ കൊല്ലം ഓണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടിട്ട് 10 ദിവസം ഒരു പരിപാടിയല്ലേ. ഹാപ്പി ഓണമാണ്. ആളുകൾ നന്നായിട്ട് വരുന്നുണ്ട്. വരുന്നുണ്ട്, വരാൻ തുടങ്ങുന്നല്ലോ. വൈകുന്നേരമാണ് ആൾക്കാർ വരിക. ഇപ്രാവശ്യം ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് പൂവിപണിയെ പൂവൊക്കെ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും സുലഭമായിട്ട്. വില നിലവാരമൊക്കെ എങ്ങനെയാണ്? വില കൂടുതലാന്ന് മാത്രമേ ഉള്ളൂ. വില കൂടുതലാണ്. അവസാനവട്ട ദുർഗത്തിൽ ഇനി കൂടുതൽ ആളുകൾ എത്തുമല്ലേ? അതെ, വൈകുന്നേരത്തോടു കൂടി നിറയെ ആളുകൾ എത്തും. വൈകുന്നേരം രാത്രിയാണ് കച്ചവടം. ഇന്ന് ലാസ്റ്റ് അല്ലേ, തിരുവോണം നാളെ അല്ലേ, അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
അപ്പോൾ കച്ചവടക്കാരും ഈ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷയിലാണ്. കാരണം വൈകുന്നേരത്തോടു കൂടി പൂക്കളെല്ലാം വാങ്ങാനാണ് ആളുകൾ എത്തുന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പൂവിപണിയെ പോലെ തന്നെയാണ് നമുക്കറിയാം സദ്യയിൽ ഏറ്റവും പ്രധാനം ശർക്കര ഉപ്പേരി, അതുപോലെ ചിപ്സ്, കായ ചിപ്സ് എന്നിവയൊക്കെയാണ്. അതിനുള്ളൊരു ഷോപ്പ് കൂടി ഇവിടെ ഉണ്ട്. അത് വാങ്ങാനും ആളുകൾ എത്തുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഈ സദ്യയിൽ ഏറ്റവും പ്രധാനമാണ് ശർക്കര ഉപ്പേരിയും കായ വറുത്ത ചിപ്സും. ഇതിനൊക്കെ ആളുകൾ എത്തുന്നുണ്ടോ? ആളുകൾ എത്തുന്നുണ്ടോ? എത്തുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണ ആളുകളുടെ ഈ ഒരു ഇത് വാങ്ങാനൊക്കെ എത്തുന്ന ആളുകളുടെ എണ്ണം? കാരണം വില കൂടുതലാണ് കായ്ക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അത്രയും ബാധിച്ചിട്ടുണ്ടോ ഇവിടെ? വിലകയറ്റം കുറച്ച് ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്? കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഹാപ്പി ആവണം. എന്തായാലും ഇത്തവണ കാര്യമായി തന്നെ കച്ചവടം നടന്നിട്ടുണ്ടല്ലോ? കുഴപ്പമില്ല. അപ്പോൾ വിപണി ഇതാ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ശർക്കരപ്പേരും കായ ചിപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ വേണ്ടി ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ വിപണിയും സജീവമാണ്. അതോടൊപ്പം തന്നെയാണ് പൂവിപണിയും. എന്തായാലും കോഴിക്കോട് തകൃതിയായി തന്നെയാണ് ഇത്തരത്തിൽ ഉത്രാടപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണം ആഘോഷിക്കാനുള്ള തിരക്കിൽ തന്നെയാണ്. കൃത്യമായി തന്നെ ആളുകളെല്ലാം വളരെ സജീവമായി വിപണിയിലുണ്ട്. നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയായി എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഗൗതം. ഓക്കെ വ്യക്തമാണ് രമ്യ. എന്തായാലും മലബാറിലും മലയാളികൾ ഓണത്തെ വരവേൽക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. കോഴിക്കോട് പാളയം മാർക്കറ്റിലെ തിരക്കാണ് രമ്യ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവിടെ ഒരു ശക്തമായ മഴ പെയ്ത് തോർന്നിരിക്കുന്നു. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടും ആളുകൾ ഉത്രാടപ്പാച്ചിലിനായി തെരുവുകളിലേക്ക്, മാർക്കറ്റുകളിലേക്ക് ഇറങ്ങുകയാണ്.